പശ്ചിമേഷ്യയിൽ സംഘർഷം മൂർച്ഛിക്കുന്നതിനിടെ അസാധാരണമായി വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ഞെട്ടിച്ചിരിക്കുകയാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയി. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഇതാദ്യമായാണ് ഖാംനെയി ജുമുഅ നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നത്. തലസ്ഥാനമായ തെഹ്റാനിൽ നടന്ന ജുമുഅയ്ക്ക് മുന്നോടിയായുള്ള പ്രഭാഷണത്തിൽ ഇസ്രായേലിൽ ആക്രമണം നടത്തിയ ഇറാൻ സൈനികരെ അദ്ദേഹം അഭിനന്ദിച്ചു. ഒന്നിച്ചു നിന്ന് ശത്രുവിനെ പരാജയപ്പെടുത്താൻ മുസ്ലിം രാജ്യങ്ങൾക്ക് ആഹ്വാനവും നൽകിയ അദ്ദേഹം ഇസ്രായേലിനെ വീണ്ടും ആക്രമിക്കുമെന്ന് മുന്നറിയിപ്പും നൽകി. പതിനായിരങ്ങളാണ് ആത്മീയാചാര്യനെ നേരിട്ട് കേൾക്കാനും ജുമുഅയിൽ പങ്കെടുക്കാനും എത്തിയിരുന്നത്. ഒക്ടോബർ 1 തെല്ലവീവിൽ ഉൾപ്പെടെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇസ്രായേലിന്റെ തിരിച്ചടിയുണ്ടാകുമെന്ന ഭീഷണികൾക്കിടയിലാണ് വെള്ളിയാഴ്ച പ്രഭാഷണത്തിലൂടെ പൗരന്മാരെ ഖാംനെയി അഭിസംബോധന ചെയ്തത്. പേർഷ്യൻ ഭാഷയ്ക്ക് പുറമെ അയൽ രാജ്യങ്ങളെ ലക്ഷ്യം വെച്ച് അറബിയിൽ കൂടി അദ്ദേഹം പ്രസംഗിച്ചു. കൊല്ലപ്പെട്ട ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ളയെയും പ്രസംഗത്തിൽ അനുസ്മരിച്ചു. ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ മിസൈൽ ആക്രമണത്തിലൂടെ ഉന്നമിട്ട നസ്രുള്ളയുടെ അനന്തരവനും ഹിസ്ബുള്ള നേതാവുമായ ഹാഷിം സഫിയുദ്ദീന്റെ സഹോദരനും ഇറാനിലെ ഹിസ്ബുള്ള പ്രതിനിധിയുമായ അബ്ദുള്ള സഫിയുദ്ദീൻ ജുമുഅ പ്രാർത്ഥനയിൽ ഖാംനെയിക്ക് തൊട്ടരികിലുണ്ടായിരുന്നു. ശത്രു ഒന്നാണെന്നും മുസ്ലിം രാജ്യങ്ങളെല്ലാം ഒന്നിച്ചു നിന്നാൽ ഇസ്രായേലിനെ പരാജയപ്പെടുത്താനാകുമെന്നും പ്രസംഗത്തിൽ അലി ഖാംനെയി ഉണർത്തി. ഫലസ്തീനികളെയും ലബനാനിലെ ഹിസ്ബുള്ളയെയും സംരക്ഷിക്കാൻ മുസ്ലിങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇസ്രായേലിന് നേരെയുള്ള മിസൈൽ ആക്രമണത്തിന് നേതൃത്വം നൽകിയ ഇറാൻ സൈന്യത്തെ അദ്ദേഹം പ്രത്യേകം അഭിനന്ദിച്ചു. ചെന്നായയുടെ രൂപമുള്ള അമേരിക്കൻ പേപ്പട്ടികൾ എന്നാണ് ഖാംനെയി ഇസ്രായേലിനെ വിശേഷിപ്പിച്ചത്. ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഇസ്രായേലിനെതിരെ പോരാടാനുള്ള നിയമപരമായ അവകാശമുണ്ടെന്ന് ഇറാൻ പരമോന്നത നേതാവ് വ്യക്തമാക്കി. എല്ലാ ജനതയ്ക്കും തങ്ങളുടെ ഭൂമിയും വീടും രാജ്യവും സംരക്ഷിക്കാനും അധിനിവേശകർക്കെതിരെ ചെറുത്തുനിൽപ്പിനുമുള്ള അവകാശമുണ്ട്. സ്വന്തം നാടിനും അവകാശങ്ങൾക്കു വേണ്ടി ഫലസ്തീൻ നടത്തുന്ന ചെറുത്തുനിൽപ്പിനെ ഒരു അന്താരാഷ്ട്ര സമിതിക്കും എതിർക്കാനാവില്ല. ഫലസ്തീനികൾക്ക് ഹിസ്ബുള്ള നൽകുന്ന പിന്തുണയെയും ഒരാൾക്കും വിമർശിക്കാനാകില്ല. അഫ്ഗാനിസ്ഥാൻ മുതൽ യമൻ വരെ, ഇറാൻ മുതൽ ഗസയും ലബനാനും വരെ എല്ലാ മുസ്ലിം രാജ്യങ്ങളിലും പ്രതിരോധത്തിന്റെ അരക്കെട്ട് മുറുക്കണമെന്നും അലി ഖാംനെയി പറഞ്ഞു. നേതാക്കളുടെ വേർപാടിൽ നിരാശരാകേണ്ടെന്ന് ലബനൻ ജനതയെ അദ്ദേഹം ഉണർത്തുകയും ചെയ്തു. പശ്ചിമേഷ്യയിലെ US സഖ്യകക്ഷി ഇടപെടലുകളെ ഖാംനെയി രൂക്ഷമായി വിമർശിച്ചു. മേഖലയിലെ മുഴുവൻ സമ്പത്തും കൊള്ളയടിക്കാനാണ് അമേരിക്കയും പടിഞ്ഞാറൻ രാജ്യങ്ങളും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതെന്ന് ഖാംനെയി കൂട്ടിച്ചേർത്തു. മേഖലയിലെ എണ്ണ സമ്പത്ത് കൈക്കലാക്കുകയാണ് അവരുടെ ലക്ഷ്യം. ഈ സമയത്ത് ഇസ്രായേൽ ഭരണകൂടത്തിനെതിരെ ഏതൊരു വ്യക്തിയും സംഘവും നടത്തുന്ന ആക്രമണവും മേഖലയ്ക്ക് മാത്രമല്ല മനുഷ്യകുലത്തിന് ഒന്നാകെയുള്ള സേവനമാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഹിസ്ബുള്ള നേതാക്കളുടെ കൊലപാതകത്തിനു പുറമെ ലബനനിലും ഗസയിലും യമനിലും സിറിയയിലുമെല്ലാം ഇസ്രായേൽ ആക്രമണം തുടരുന്നതിനിടയിലാണ് ഇറാൻ പരമോന്നത നേതാവ് വെള്ളിയാഴ്ച പ്രസംഗത്തിലൂടെ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത്. ഒക്ടോബർ 1 ഇസ്രായേലിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടന്ന ഇറാന്റെ മിസൈൽ ആക്രമണം ഖാംനെയുടെ തീരുമാനമായിരുന്നുവെന്ന് റവല്യൂഷണറി ഗാർഡ് വെളിപ്പെടുത്തിയിരുന്നു. തീരുമാനത്തെ ഇറാൻ പ്രതിരോധ മന്ത്രാലയവും ദേശീയ സുരക്ഷാ കൗൺസിലും പിന്താങ്ങുകയായിരുന്നു. പുതിയ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ നേരിട്ട് കടുത്ത പ്രകോപനങ്ങളിലേക്ക് പോകേണ്ടെന്ന നിലപാട് സ്വീകരിച്ച ഘട്ടത്തിലാണ് പരമോന്നത നേതാവ് കടുത്ത തീരുമാനം കൈക്കൊണ്ടത്. ഇസ്രായേലുമായി സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ലെന്നായിരുന്നു നേരത്തെ പെസഷ്കിയാൻ വ്യക്തമാക്കിയിരുന്നത്. ഖാംനെയുടെ ഇടപെടലിനു പിന്നാലെ പെസഷ്കിയാനും നിലപാട് കടുപ്പിച്ചു. ഇസ്രായേൽ തിരിച്ചടിച്ചാൽ ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്നാണ് അദ്ദേഹം മിസൈൽ ആക്രമണത്തിനു പിന്നാലെ മുന്നറിയിപ്പ് നൽകിയത്. 180 ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് ഇറാൻ വിക്ഷേപിച്ചതെന്നാണ് വിവരം. ഇതിൽ പകുതിയിലേറെയും ലക്ഷ്യസ്ഥാനത്തെത്തുകയായിരുന്നു. 2 വ്യോമതാവളങ്ങൾ ഉൾപ്പെടെ ഇസ്രായേലിലെ അതീവ സുരക്ഷാ മേഖലയും മിസൈൽ നാശമുണ്ടാക്കിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. നമാറ്റിൻ വ്യോമതാവളത്തിൽ നാശനഷ്ടങ്ങൾ വ്യക്തമാകുന്ന സാറ്റലൈറ്റ് ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു.